അവിഹിതം. അവളുടെ ഇൻബോക്സിൽ അപ്രതീക്ഷിതമായി ഒരു മെസ്സേജ് എത്തി. നിങ്ങളുടെ കവിത വായിച്ചു, മനോഹരം. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് മനോഹരം. എഴുത്തിനിയും തുടരുക. അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഹൃദയത്തിൽ എവിടെയോ തട്ടിയ പോലെ അവൾ മറുപടി കൊടുത്തു, ഒരുപാട് നന്ദി. എഴുത്ത് അവൾ അതുവരെ സീരിയസ് ആയി എടുത്തിരുന്നില്ല. സമയം കിട്ടുമ്പോൾ വായിക്കും, പിന്നെ എന്തെങ്കിലും രണ്ടുവരി കുത്തിക്കുറിച്ചിടും. പക്ഷേ ഇങ്ങനെയുള്ള അഭിനന്ദനം ആദ്യമായിട്ടാണ്. അത് അർഹിക്കുന്നു പോലും ഉണ്ടോ എന്നവൾക്ക് സംശയമുണ്ടായിരുന്നു. എന്തായാലും ഇനി എഴുതുമ്പോൾ കുറച്ചുകൂടി നന്നായി എഴുതണം, അവൾ ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ അടുത്ത കവിത പോസ്റ്റ് ചെയ്തു. അവൾ കുറേ നേരം കാത്തിരുന്നു. ചിലരൊക്കെ ലൈക്ക് അടിച്ചിട്ട് പോയി, പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണമില്ല. അപ്പോഴാണ് വീണ്ടും ഇൻബോക്സിൽ അവൻ്റെ മെസ്സേജ് വരുന്നത്. സമ്മതിച്ചു, വീണ്ടും തകർത്തു. നിങ്ങൾ ഇത്രയും നന്നായി എഴുതും അല്ലേ? ഞാൻ നിങ്ങളുടെ വലിയ ഫാനായി മാറിട്ടോ. പിന്നെ ഇനി എഴുതുമ്പോൾ എന്നെയും ഒന്ന് മെൻഷൻ ചെയ്യണേ. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ശരിയെന്ന് പറഞ്ഞു. തൻ്റെ കഴിവുകൾ ഭർത്താവ് ഇതുവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എഴുതിയാൽ വായിക്കാൻ പോലുമുള്ള മനസ്സ് പോലും കാണിക്കാറില്ല. അവർ മെല്ലെ സൗഹൃദം അവിടെ ആരംഭിച്ചു. ഒരിക്കൽ പോലും അവൻ അവളുമായി മോശമായ രീതിയിൽ സംസാരിച്ചിരുന്നില്ല. അതിനിടയ്ക്കാണ് അവളുടെ ഫോട്ടോ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ അറിയിക്കുന്നത്. അവളൊന്ന് മടിച്ചെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രൊഫൈൽ ഫോട്ടോ ശരിക്കുമുള്ള ഫോട്ടോ വെച്ചു. അവളുടെ ഇൻബോക്സിലേക്ക് അവൻ്റെ മെസ്സേജ് കുതിച്ചെത്തി. നിങ്ങൾ ഇത്ര സുന്ദരിയായിട്ടാണോ ഇതുവരെ ഫോട്ടോ വെക്കാത്തേ? ഒന്നും പറയാനില്ല, ഞാൻ കണ്ടു ഞെട്ടി. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? അവളുടെ ഉള്ളിൽ സന്തോഷം അലയടിച്ചെങ്കിലും അവൾ പുറത്ത് കാണിച്ചില്ല. എന്നെ അധികം പൊക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം എന്നെപ്പറ്റി. ഇത് തന്നെ നീ നിർബന്ധിച്ചതുകൊണ്ട് ഇട്ടതാ, ഞാൻ മാറ്റാൻ പോവുകയാ. അയ്യോ മാറ്റല്ലേ പ്ലീസ്. ദൈവം നിങ്ങൾക്ക് ഇത്രയ്ക്ക് സൗന്ദര്യം തന്നിട്ട് മറച്ചു വയ്ക്കുന്നത് ശരിയല്ല. അവൾ ഓർത്തുപോയി. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇതെല്ലാം മറന്നു പോയിരിക്കുന്നു. എത്ര നല്ല വസ്ത്രം ധരിച്ചാലും ചോദിക്കാതെ ഒന്നും പറയില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു നല്ല വാക്ക് കേൾക്കാൻ. ശരി, മാറ്റുന്നില്ല, അവൾ മറുപടി കൊടുത്തു. അവൻ പിന്നെയും കൂടുതലെടുത്തു. അവളുടെ കവിതകളെ പ്രശംസിച്ചും ഇടയ്ക്ക് സൗന്ദര്യത്തെ പുകഴ്ത്തിയും അവൻ അവളുടെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങി. ഒരിക്കൽ അവൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു കൊന്നേനെ. അതെന്താ? അവൾ ചോദിച്ചു. അതോ, ഒന്നാമത് നിങ്ങൾ ഒരുപാട് സുന്ദരിയാണ്, പിന്നെ ഒരു നല്ല എഴുത്തുകാരിയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരാളെ കിട്ടിയാൽ എൻ്റെ ജീവിതം എത്രമാത്രം സന്തോഷമുള്ളതായി തീർന്നേനെ. എനിക്കൊരു വിഷമമുള്ളത് നിങ്ങളുടെ ഭർത്താവ് ഇതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്നതാണ്. തിരിച്ചറിഞ്ഞെങ്കിൽ നിങ്ങളെ വിട്ട് എങ്ങും പോവാതെ മുഴുവൻ ഇവിടെ തന്നെ നിങ്ങളെ പുറകെ നടന്നേനെ. അവൻ്റെ തമാശ അവൾക്കിഷ്ടമായി. അവൾ ഒരു സ്മൈലി അയച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു, എന്നെ നന്നായി നോക്കുന്നുണ്ട് ഭർത്താവ്, ഒരുപാട് സ്നേഹമാ. അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ ഒരല്പം വിഷമം തോന്നിയിരുന്നു. പിന്നെയുള്ള ഇടവേളകളിൽ അവൻ അവളുടെ ഭർത്താവിൻ്റെ കുറവുകളെയും അവളുടെ കഴിവുകളെയും മാത്രമായിരുന്നു സംസാരിച്ചത്. അവരുടെ ബന്ധം മെല്ലെ മെല്ലെ വളർന്നു. തമ്മിൽ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അവൾ ആദ്യം എതിർത്തെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു. അത്രത്തോളം അവളെ സ്വാധീനിക്കാൻ അവന് സാധിച്ചിരുന്നു. അവളും മനസ്സിലറിയാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അവനെ ഒന്ന് നേരിട്ട് കാണുവാൻ. അതിനിടയ്ക്ക് അവൻ അവളുടെ നമ്പർ വാങ്ങിയിരുന്നു. പിന്നെയുള്ള സമയങ്ങളിൽ അവൻ അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ സംഭാഷണ ശൈലി അത്രത്തോളം മനോഹരമായിരുന്നു. ഓരോ വാക്കിലും സ്നേഹം നിറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് അവൻ വരവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അവളെ സൂചിപ്പിച്ചു. അങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് പേടിയാ. നീ വന്നോ, അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്, അവൾ പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? നമ്മളല്ലാതെ ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ തെറ്റെന്താണുള്ളത്? നിങ്ങളറിയാതെ നിങ്ങളുടെ ഭർത്താവിന് ഇതേപോലെ ഉണ്ടെങ്കിലോ? അതും പോകട്ടെ, ഒരു ജീവിതമേ ഉള്ളൂ. ഇവിടെ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ സന്തോഷിക്കും? കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രായം കൂടി പ്രാരാബ്ധങ്ങൾ തലയിൽ വന്നു ജീവിതമേ മടുക്കും. പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ജീവിതം സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം. ഇപ്പം ഇതൊന്നും വലിയ കാര്യമല്ല. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. ഇല്ലാത്തവർ വെറും വിഡ്ഢികളാണ്. അവൻ തൻ്റെ ഭാഗം നന്നായി അവതരിപ്പിച്ചു. എന്നാലും അവൾ പാതി വഴിയിൽ പറഞ്ഞു നിർത്തി.
ഒരു കുഴപ്പവുമില്ല. ഞാൻ ഈ തിങ്കൾ വരാം. ഹസ്ബൻഡ് 9 മണിക്ക് പോകുമല്ലോ. ഞാൻ 10 മണിയാകുമ്പോൾ വരാം. ഇനി അധികം സംസാരിച്ച് കുളമാക്കണ്ട. അവൻ സംസാരം അവിടെ അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച അവൻ 10 മണിയായപ്പോൾ അവളുടെ വീട്ടിലെത്തി. അവൻ അല്പം ടെൻഷനോടെ കോളിംഗ് ബെൽ അമർത്തി. അവൾ വാതിൽ തുറന്നു. അവൻ പെട്ടെന്നകത്ത് കയറി. അവൾ അണിഞ്ഞൊരുങ്ങിയിരുന്നു. അവൻ അവളെ ശരിക്കും ഒന്ന് നോക്കി. അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. ഇരിക്കൂ, അവൾ അവനോട് പറഞ്ഞു. അവൻ സോഫയിൽ മെല്ലെ ഇരുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്? ഹോട്ട്. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൻ തിരിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മതി. അവൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. മെല്ലെ നടന്നു അവൻ്റെ മുന്നിലുള്ള സോഫയിലിരുന്നു. അവൾ പറഞ്ഞു, എനിക്കെന്തോ പേടി പോലെ. എന്തിന്? ഇതൊന്നും തെറ്റല്ല. നമ്മൾ മനുഷ്യരല്ലേ, വികാരവും വിചാരവുമുള്ളവർ. ഉള്ളിലെ ആഗ്രഹം എന്തിനാ അടുക്കി പിടിക്കുന്നേ? നാളെ നമ്മൾ മരിച്ചു പോയാലോ? തീർന്നില്ലേ എല്ലാം? ഒരാളുടെ ജീവനും ഒരു ഉറപ്പുമില്ല. ഉള്ള സമയം സന്തോഷിക്കുക, അത്രമാത്രം. എന്നാലും ഒരെന്നാലുമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം. അവൻ ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ അവൻ്റെ മുഖത്ത് നോക്കി. നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അംഗീകരിക്കുമോ? അവനൊന്ന് ആലോചിച്ചു. ഒരു കുടുക്കാണ്. അവൾ ഞാൻ അറിയാതെ ചെയ്താൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ശരി, അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തുമോ? അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അറിയില്ല. ശരി, അത് പോട്ടെ. നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലത്തെ ബന്ധമുണ്ടായിരുന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അവൻ്റെ മുഖം മെല്ലെ മാറി. കണ്ണുകൾ ചുവന്നു. ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ദേഷ്യപ്പെടണ്ട. നാളെ എൻ്റെ കുട്ടികൾ എന്നെപ്പറ്റി അങ്ങനെ അറിഞ്ഞാലോ എന്ന് കരുതിയാ പറഞ്ഞത്. ഇതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ദേഷ്യം വന്നാൽ? അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. പെട്ടെന്നാണ് ഒരാൾ അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. വന്ന പാടെ പറഞ്ഞു, സോറി, ഉറങ്ങിപ്പോയി. ഇയാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അതുവരെ ഉറങ്ങാമെന്ന് കരുതി. എടി, നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? ഒരു ശ്രദ്ധയും ഇല്ലല്ലേ ഭർത്താവിൻ്റെ കാര്യത്തിൽ? അവൻ ഷോക്കേറ്റ പോലെ അങ്ങനെ ഇരുന്നു. പിന്നെ മെല്ലെ വിയർക്കാൻ തുടങ്ങി. മുന്നിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ വലിപ്പിന് കുടിച്ചു. അവൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാ കാര്യവും മനസ്സിലായല്ലോ. പൊതുവെ നിങ്ങൾക്കെല്ലാം വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം എന്നാൽ സെക്സ് മാത്രമല്ല, അതിനൊരുപാട് അർത്ഥമുണ്ട്. പിന്നെ എൻ്റെ കവിതയുടെ നിലവാരം എനിക്കറിയാം. നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ നല്ല ചൂണ്ടയാണ് ഇടുന്നതെന്ന്. പിന്നെ നിങ്ങളെ ഇവിടെ വരുത്തിയത് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾ വിരിച്ച വലയിൽ ഒരുപാട് പേര് വീണിരിക്കാം, വീഴുകയും ചെയ്യും. പക്ഷെ ഒന്ന് ഓർക്കണം, അവർക്കുമുണ്ട് കുടുംബം. ചിലരെ പറ്റിക്കാൻ എളുപ്പമാണ്. അത് നിങ്ങൾ മിടുക്കനായതിനേക്കാൾ അവർ പാവങ്ങളായതുകൊണ്ടാണ്. ഇനിയെങ്കിലും നന്നാവുക. സ്വന്തം അമ്മയെ, സഹോദരിയെ, ഭാര്യയെ ഓർത്തെങ്കിലും. അവൻ മെല്ലെ എഴുന്നേറ്റു. പുറത്തേക്ക് നടന്നു. പുറകിൽ നിന്നും അവളുടെ ഭർത്താവ് മെല്ലെ വിളിച്ചു പറഞ്ഞു, പിന്നെ ആ കവിത അവൾ എഴുതിയതല്ല, ഞാൻ എഴുതിയതാട്ടോ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.